ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഒരു ഫിഷ് റെസിപ്പിയാണ്, ഒരു നാടൻ ഫിഷ് റെസിപ്പി. ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ്. രണ്ടാമത്തത്, ഇതിലും മേലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, അത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറി. മൂന്നാമത്തേത്, ഇത് കുറച്ച് ദിവസം കേടാവാതിരിക്കും. അപ്പൊ ഇതിന്റെ പല രീതികൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ കുറച്ചും കൂടി നേരം എടുക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരു ഫിഷ് കറി ആയിരുന്നു ഇന്നത്തെ ഫിഷ് റെസിപ്പി എന്ന് പറഞ്ഞാൽ. ഈ ബാച്ചിലേഴ്സിന്, കുട്ടികൾക്ക് പോലും വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തുണ്ടാക്കാവുന്ന അത്രയും ഈസിയാണ്. തുടക്കക്കാർക്കൊക്കെ ഏറ്റവും ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വറ്റ മീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏത് ഫിഷ് കിട്ടിയാൽ ആ ഫിഷ് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോണം. അപ്പൊ വറ്റ കൊണ്ടുവന്നിരിക്കുന്നത് മത്സ്യ ഫിഷറീസിൽ നിന്നാണ്. മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരും. അതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നും ഇല്ല. മത്സ്യ ഫിഷറീസിന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമ്മുടെ വറ്റ മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. 1 kg ആണ് നമ്മൾ ഫിഷ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. അപ്പൊ സവാള എടുക്കരുത് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം കേടാവാതെ നമ്മൾ സൂക്ഷിക്കണം മീൻ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ. സവാള എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പൊ ഒരു 5-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു തുടം വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ. അപ്പൊ ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം നമുക്ക്. അപ്പൊ ഒരു മിക്സിയുടെ കപ്പിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ട് ക്രഷ് ചെയ്തിട്ട് വരാം. ഇനി നമ്മള് കറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ആ മൺചട്ടിയിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ കുറച്ച് മസാലകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതില് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി കൂടിയിട്ടാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ മൊത്തം 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അത് നമ്മുടെ ചട്ടിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അതും കൂടി ഇടാം. അപ്പൊ ഞാൻ നേരത്തെ മീൻ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് ഉപ്പും പിന്നെ നാരങ്ങ നീരും തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചൊക്കെ മീനിന് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഉപ്പ് ഞാനിപ്പോ ഒരു 1/2 ടീസ്പൂൺ മാത്രമാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വേണമെന്ന് വെച്ചിട്ട് നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ചതച്ചെടുത്ത് കൊണ്ടിട്ടുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാം. വെളിച്ചെണ്ണ കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായി തിരുമ്പാം. അപ്പൊ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ തിരുമ്പുമ്പോ ഈ മുളക് പൊടിയുടെ ആ ഒരു കുത്തൊക്കെ പോവും. നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ നല്ല ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് വേറൊരു രീതിയാണ്. നമ്മൾ സാധാരണ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടും ചെയ്യാറുണ്ട്. അപ്പൊ ഏകദേശം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ എനിക്ക് ഒഴിച്ചത്. ഞാനിവിടെ ഒരു 6-7 വലിപ്പത്തിലുള്ള കൊടംപുളി കഴുകി വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറുതാക്കി ചീന്തി ഇട്ടിട്ടുണ്ട് കൊടംപുളി. അപ്പൊ ആ പുളിയൊക്കെ ഒന്നും കൂടി നന്നായിട്ട് ഇറങ്ങും. അപ്പൊ അതുകൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി കയ്യിൽ മുളക് പൊടി ആയിട്ട് എരിയും എന്ന് പേടിയുള്ളവർക്ക്, എരിയില്ല എന്താ വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് കൈ കൊണ്ട് കുഴക്കുന്നത് കേട്ടോ. അങ്ങനെ പേടിയുള്ളവര് സ്പൂൺ എടുത്തിട്ട് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതായത് മീൻ മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ അടുപ്പ് കത്തിക്കണം കേട്ടോ. അടുപ്പ് കത്തിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പൊ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ പതുക്കെ പറക്കിടാം. അപ്പൊ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓൾമോസ്റ്റ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു വിധം വെന്തിട്ടുണ്ട്. അതായത് പകുതിയിൽ മേലെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ചുകൂടി ഉപ്പ് കുറയാനുണ്ട്. അപ്പൊ ഞാൻ ഉപ്പ് കുറച്ചുകൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മള് 2 തണ്ട് കറിവേപ്പില എടുത്തു വെച്ചത് അതും കൂടി ഒന്ന് തിരുമ്പിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കൂടി വേവിക്കാം കേട്ടോ. അപ്പൊ എണ്ണയൊക്കെ ഒന്നുകൂടി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞു വരും. അപ്പൊ ഒരു 2-3 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ആ ബാക്കിയുള്ള ചൂടിൽ നിന്നിട്ട് മീൻ വെന്തോളും. നമുക്ക് നോക്കാം.